നമസ്കാരം. ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാരിന് ഒരു തലവേദന കൂടി സമ്മാനിച്ച് പ്രബല സമുദായങ്ങളായ താക്കൂർമാരും ബ്രാഹ്മണരും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയാണ്. ഗോരഖ്പൂരിലെ പ്രമുഖ ബ്രാഹ്മണ നേതാവായിരുന്ന മുൻ സമാജ്വാദി MLA ഹരിശങ്കർ തിവാരിയുടെ പ്രതിമ സ്ഥാപിക്കുന്നതിനായി നിർമ്മിച്ച പ്ലാറ്റ്ഫോം തകർത്തതാണ് കോലാഹലങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും തിവാരിയുടെ കുടുംബവും തമ്മിലുള്ള പഴയ വൈരാഗ്യം കൂടിയായപ്പോൾ സംഗതി ജോറായി. BJPയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആശങ്കാജനകമായ കാര്യം ഇത് സംസ്ഥാനത്ത് താക്കൂർമാർക്കെതിരായ ബ്രാഹ്മണ രോഷം ആളിക്കത്തിക്കുന്നതിന് കാരണമാകുമോ എന്നാണ്. 7 തവണ MLAയും മുൻ മന്ത്രിയും UPയിലെ ആദ്യത്തെ മാഫിയ ഡോണുമായ തിവാരിയുടെ സ്വന്തം ഗ്രാമമായ തണ്ടയിൽ പ്രതിമ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിരുന്ന പ്ലാറ്റ്ഫോം തകർത്ത ഭരണകൂടത്തിന്റെ നടപടി സാമുദായികമായി 2 അധികാര കേന്ദ്രങ്ങൾ തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടലിന് കാരണമായി. ബ്രാഹ്മണരെ BJPയിൽ നിന്ന് അകറ്റാനുള്ള അവസരം കാണുന്ന സമാജ്വാദി പാർട്ടി ആദിത്യനാഥ് സർക്കാർ ജാതി രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ആരോപിച്ചു. പ്ലാറ്റ്ഫോം പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട അഖിലേഷ് യാദവ് BJPയുടെ ബുൾഡോസർ ഇതുവരെ കടകളോ വീടുകളോ ലക്ഷ്യമിടുകയായിരുന്നു. ഇപ്പോൾ അത് മരിച്ചവരോടുള്ള ആദരവിനുമേൽ ഉരുളാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് എക്സിൽ കുറിച്ചു. ലോക്സഭാ ഫലം മുതൽ ആദിത്യനാഥുമായി ഭിന്നത പ്രകടിപ്പിച്ച ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയാവട്ടെ ഗോരഖ്പൂരിൽ നിന്നുള്ളവർ ഇത് കണ്ടുപിടിക്കട്ടെ, ഇത് സർക്കാരിന്റെ കാര്യമല്ല എന്ന് പറഞ്ഞ് യോഗിക്ക് നേരെ ഒളിയം പെയ്തു. 1985 ഗോരഖ്പൂരിലെ ചില്ലുപാറിൽ നിന്ന് ഒരു സ്വതന്ത്രനായി ജയിലിൽ കിടന്ന് തന്റെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും 2007 വരെ സീറ്റ് നിലനിർത്തുകയും ചെയ്തയാളാണ് ഹരിശങ്കർ തിവാരി. കിഴക്കൻ UP, വാരണാസി, അയോധ്യ, അലഹബാദ് തുടങ്ങിയ ജില്ലകൾ ഉൾക്കൊള്ളുന്നതിനാൽ പ്രദേശത്തിന്റെ രാഷ്ട്രീയം UP രാഷ്ട്രീയത്തിന്റെ കേന്ദ്രമായാണ് കണക്കാക്കപ്പെടുന്നത്. 1985 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം കിഴക്കൻ UPയിലെ ബ്രാഹ്മണരുടെ അനിഷേധ്യ നേതാവായി അറിയപ്പെട്ട നേതാവാണ് തിവാരി. തിവാരിയുടെ തർക്കമില്ലാത്ത സ്വാധീനം മൂലമാണ് ഗോരഖ്നാഥ് ക്ഷേത്രത്തിനും മഠത്തിനും പുറമെ ഹാത്ത എന്ന കേന്ദ്രം ഒരു ശക്തി കേന്ദ്രമായി മാറിയത്. രാമക്ഷേത്ര പ്രസ്ഥാനം അതിന്റെ ഉച്ചസ്ഥായിയിലായിരുന്ന 90കളിൽ ആയിരുന്നു ഇത്. ഹാത്തയും ഗോരഖ്പൂർ മഠവും യഥാക്രമം ബ്രാഹ്മണരുടെയും താക്കൂർമാരുടെയും കേന്ദ്രമായി UPയിലുടനീളം സ്ഥിരപ്രതിഷ്ഠ നേടി. ആദിത്യനാഥ് മുഖ്യമന്ത്രിയായതോടെ ഗോരഖ്നാഥ് മഠത്തിന്റെ അധികാരം അതിന്റെ ഉച്ചസ്ഥായിലായിരിക്കുമ്പോൾ കല്യാൺ സിംഗ്, രാംപ്രകാശ് ഗുപ്ത, രാജ്നാഥ് സിംഗ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരുകളിൽ ക്യാബിനറ്റ് മന്ത്രിയായി തിവാരിയും ദീർഘകാലം അധികാര കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു. 1997നും 2007നും ഇടയിൽ മായാവതിയുടെ നേതൃത്വത്തിലുള്ള BSP, മുലായം സിംഗ് യാദവിന്റെ നേതൃത്വത്തിലുള്ള SP സർക്കാരുകൾ എന്നിവയിലും തിവാരി അംഗമായിരുന്നു. 2017 മാർച്ച് 19 ആദിത്യനാഥ് ആദ്യമായി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷമാണ് എല്ലാം മാറിമറിഞ്ഞത്. യോഗി അധികാരമേറ്റ് ഒരു മാസത്തിന് ശേഷം ഏപ്രിൽ 23 ഒരു വലിയ പോലീസ് സംഘം ഹാത്തയിൽ റെയ്ഡ് നടത്തി ആയുധ നിയമപ്രകാരം തിവാരിയുടെ 6 സഹായികളെ അറസ്റ്റ് ചെയ്തു. ഈ സംഭവം നടന്ന് ഒരു മാസം കഴിഞ്ഞതോടെ തിവാരി മരണപ്പെടുകയും ചെയ്തു. എന്നിട്ടും യോഗിയുടെ വെറുപ്പ് അടങ്ങിയില്ല. ഈ വർഷം ഫെബ്രുവരിയിൽ തിവാരിയുടെ സ്ഥാപനമായ ഗംഗോത്രി എന്റർപ്രൈസസ് ബാങ്കുകളെ കോടികൾ കബളിപ്പിച്ചെന്ന് ആരോപിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹാത്തയിൽ വീണ്ടും റെയ്ഡ് നടത്തി. അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. പ്ലാറ്റ്ഫോം തകർത്തതിൽ സർക്കാരിന് തെറ്റുപറ്റിയെന്ന് ആരോപിച്ച് രംഗത്ത് വന്ന മകൻ കുശാൽ തിവാരി ഇനി ശ്വസിക്കാൻ സർക്കാരിന്റെ അനുമതി വേണോ എന്ന് ചോദിച്ചു. ഒരു ഡസനോളം പ്രധാൻമാരുടെ സംഘം പ്രതിമ സ്ഥാപിക്കാൻ അപേക്ഷ നൽകിയിരുന്നു. കുശാലിന്റെ അഭിപ്രായത്തിൽ അപേക്ഷ ജില്ലാ മജിസ്ട്രേറ്റിന് കൈമാറി. DM അപേക്ഷ നിരസിക്കുക മാത്രമല്ല ഒരു ടീമിനെ അയക്കുകയും പ്ലാറ്റ്ഫോം പൊളിക്കുകയും ചെയ്തു എന്ന് കുശാൽ പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും യോഗിയുടെ തീരാ പക ബ്രാഹ്മണരും താക്കൂർമാരും തമ്മിലുള്ള സംഘർഷമായി കിഴക്കൻ UPയിൽ രൂപപ്പെടുന്നതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടതിന്റെ പേരിൽ കസേരയ്ക്ക് ഇളക്കം തട്ടിയ യോഗിയെ ഈ സംഘർഷം കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന് ഉറപ്പ്.